Hi guys, അപ്പോൾ നമുക്ക് IOQM 2022 പേപ്പറിലെ fourth question നമുക്ക് ചെയ്തു നോക്കാം. Starting with the positive integer m written on the board, Alice plays the following game. In each move, if x is the number on the board, she replaces it with 3x plus. Okay. Similarly, starting with the positive integer n written on the board, Bob plays the following game. In each move, x is the number on the board. If x is the number on the board, he replaces it with 2x plus. Even though Alice and Bob reach the same number after playing 4 moves, find the small value of m. So m വെച്ച് ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സോ എക്സ് എന്നാണ് ഇതിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അത് 3x plus 2 ആയി. സോ ഫസ്റ്റ് m ആയിരുന്നു. യെസ്, ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ m ആയിരുന്നു. ഫസ്റ്റ് ഗെയിം കളിച്ചപ്പോൾ അതെന്തായി? അത് 3m plus 2 ആയി. ആരാണ് കളിക്കുന്നത്? ആലിസിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം കളിച്ചപ്പോൾ എന്തായി? അത് 3 into 3m plus 2 plus 2 ആയി. ഓക്കെ, ഇനി എന്താ ചെയ്യുക? വീണ്ടും എമ്മിൻ്റെ മാറ്റി ഇനി മൂന്നാമത്തെ കളിയിൽ എന്ത് സംഭവിക്കും? 3 into 3m plus 2 plus 2 plus 2. ഓക്കെ, ഇനി ഒരു കളിയും കൂടി കളിച്ചാൽ എന്താകും? ഇപ്പം നമ്മൾ 3 കളി കളിച്ചത്, ഒരു കളിയും കൂടി കളിച്ചാൽ 3 into 3m plus 2 plus 2. ഇതായിരിക്കും സംഭവിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ലാസ്റ്റ് അവർ കളിച്ചുള്ള ലാസ്റ്റ് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? സോ 3 into 3 into 3 നമുക്ക് എന്ത് കിട്ടും? 3 raised to 4 കിട്ടും. അതായത് 81 ആയിരിക്കും അതിന്റെ വാല്യൂ. 3 raised to 4m പ്ലസ്, സോ ബാക്കി എന്തായിരിക്കും നമുക്ക് വരിക? 2 into 3 പ്ലസ് 2 into 3 സ്ക്വയർ പ്ലസ് 2 into 3 ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ ആൻസർ എന്തായിരിക്കും? 3 raised to 4m എന്ന് വെച്ചാൽ നമുക്കത് 81m എന്ന്. ബാക്കി 3 ക്യൂബ് എന്ന് വെച്ചാൽ 27 ആണ്. 27 into 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 54 കിട്ടും. ബാക്കി 3 സ്ക്വയർ 9 ആണ്. 9 into 2 ചെയ്താൽ നമുക്ക് 80 എന്ന് കിട്ടും. ബാക്കി ഇത് വരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു 2 കൂടി ഉണ്ട്, അത് ആഡ് ചെയ്യാൻ മറന്നുപോയി. ഈ 2 ലാസ്റ്റും കൂടി ഉണ്ട്, അത് കൂടി ആഡ് ചെയ്യാം. സോ 6 പ്ലസ്, സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 plus 2 ഇവിടെ 20 എന്ന് കിട്ടും. സോ ഇത് ബേസിക്കലി നമുക്ക് ലാസ്റ്റ് വരാൻ പോകുന്നത് 80 എന്നുള്ള നമ്പർ ആയിരിക്കും. പ്ലസ് 2, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 81m പ്ലസ് 80. ഇനി ഇത് ആലിസ് കളിച്ച പ്ലേ ആണ്. അങ്ങനെയാണെങ്കിൽ ബോബ് കളിച്ച പ്ലേ അതെന്തായിരിക്കും? ഫസ്റ്റ് n ആണ്, അത് എന്തായി മാറും? അത് 2n plus 27 ആയി മാറും. ഓക്കെ, ഇനി ഇതെന്തായി മാറും? 2n plus 27 എന്നുള്ളത് 2 into 2n plus 27 plus 27 ആയി മാറും. പിന്നെന്ത് സംഭവിക്കും? അത് 2 into 2n plus 27 plus 27 plus 27 ആയി മാറും. ഓക്കെ, സോ ലാസ്റ്റ് എന്താ സംഭവിക്കുക? നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന വാല്യൂ അതെന്തായിരിക്കും? നമുക്കറിയാം, അത് 2 raised to 4 in n പ്ലസ് 27 കോമൺ എടുക്കുക. ബാക്കി വരാൻ പോകുന്ന എന്തായിരിക്കും? 1 plus 2 plus 2 സ്ക്വയർ പ്ലസ് 2. ഓക്കെ, സോ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 raised to 4 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 16n ആയിരിക്കും. 16n പ്ലസ് ഇവിടെ ഇത് 8 ആണ്. 8 2 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരെ 10 എന്ന് കിട്ടും. ഇത് 4 ആണ്, ഇവിടെ 5 എന്ന് കിട്ടും. സോ 27 പ്ലസ് 15, 27 into 15 ആണ് ഇവിടെ വരാൻ പോകുന്നത്. 27 into 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നേരെ 270 പ്ലസ് 15, നേരെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 270ൻ്റെ പകുതി 135 ആയിരിക്കും. ആഡ് ചെയ്താൽ 5, 405 എന്ന് കിട്ടും. ഇതാണ് 405. സോ ഇതാണ് ഈ രണ്ട് വാല്യൂസും നമുക്ക് കിട്ടാൻ പോകുന്നത്.
ആലിസ് 4 പ്ലേ ചെയ്താൽ നമുക്ക് 81m + 80 എന്ന് കിട്ടും. ബോബ് 4 പ്ലേ ചെയ്താൽ 4 ഗെയിം കളിച്ചാൽ 4 മൂവ്സ് കളിച്ചാൽ 16n + 405 എന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ given that Alice and Bob reach the same number എന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. സോ ഇത് നമുക്ക് നേരെ ഇക്വേറ്റ് ചെയ്യാം. സോ 81m + 80 is equal to 16n + 405. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 81m - 16n is equal to 405 - 80 ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 325 ആയിരിക്കും. സോ 81m - 16n കിട്ടും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് m + n. ഓക്കെ, സോ ഈ 325നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ 65 × 5 എന്ന് എഴുതാം. ഓക്കെ, 65 × 5 എന്ന് എഴുതാൻ പറ്റും. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. 81 - 16 ചെയ്താൽ നമുക്ക് 65 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇവിടെ m = n എന്നുള്ള കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിത് 65 × m or n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ എമ്മിൻ്റെ വാല്യൂ ഓർ എന്നിൻ്റെ വാല്യൂ നമുക്ക് 5 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും m = 5, n = 5 ഒരു പോസിബിലിറ്റി. വേറെയും വാല്യൂസ് ഉണ്ടായിരിക്കും, പക്ഷേ m = 5, n = 5 ആണ് ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വരാൻ പോകുന്നത്. നമുക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. m = 1, m = 2, m = 3 അങ്ങനെ ഓരോ വാല്യൂസ് ഇട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ 325 വരാൻ പോകുന്ന വാല്യൂ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന വാല്യൂ m = 5, n = 5 ആയിരിക്കും. സോ അങ്ങനെ m = 5, n = 5 കിട്ടാനുള്ള ഒരു പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വേ ചെയ്തത് എന്ന് വെച്ചാൽ 325നെ നമ്മൾ 65 × 5 എന്ന് എഴുതി. ആ 5നെ നമുക്ക് ഈ 81 - 16 ചെയ്തപ്പോൾ നമുക്ക് 65 കിട്ടി. അങ്ങനെ കിട്ടണമെങ്കിൽ m = n ആയിരിക്കും. സോ ഇതൊരു മെത്തേഡ് മാത്രമാണ്, അതൊരു ജനറൽ മെത്തേഡ് അല്ല, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റനിൽ അങ്ങനെ വന്നതുകൊണ്ട് ചെയ്തു. സോ m = 5, n = 5 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരിക. സോ m + n ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 10 ആയിരിക്കും. സോ 10 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിൽ വീണ്ടും കാണാം.